നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതാണെന്നാണ് ഇന്ന് നമ്മൾ തിരക്കുന്നത്. ഒരുപാട് ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും 4 എണ്ണമാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 4 റെസ്റ്റോറൻറ്റിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഹിമാലയ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റിലാണ്. അത് വന്നിട്ട് STV സ്കൂളിന് ഓപ്പോസിറ്റാണ് ആലപ്പി. അങ്ങോട്ട് കയറാം. ബിരിയാണി ഉണ്ടോ? റെഡിയാണോ? ചിക്കൻ ബിരിയാണി. ആ, 2 ഉണ്ട്, ഒരെണ്ണം. ഇവിടെ ബിരിയാണി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ദം ഇട്ടുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ബിരിയാണിക്കുള്ള ചേട്ടാ? അപ്പോൾ ഹിമാലയയിലെ ബിരിയാണി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് ആലപ്പി പിച്ചുവയ്യർ ജംഗ്ഷനിലുള്ള ബേറൂട്ട് ബ്രിസ്റ്റോയാണ്. ഇവിടെയും നല്ല ഒരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. ഇവിടുത്തെ ബിരിയാണി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എത്ര? 250. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബേറൂട്ടിലെ ബിരിയാണിയും കിട്ടിയിരിക്കുകയാണ്. ഇത് താഫ് ഡെലിക്കസിയാണ്, YMCA ജംഗ്ഷനിലുള്ള. ഇവിടുത്തെ നല്ല റിവ്യൂ ആണ് പറയുന്നത്. ഇവിടുത്തെ നോക്കാം. ചിക്കൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി നന്നായിട്ട്. അപ്പോൾ നമുക്ക് താഫിലെ ബിരിയാണി കിട്ടിയിരിക്കുകയാണ്. ഇത് ആലപ്പുഴയിലെ പ്രശസ്തമായ ബ്രദേഴ്സ് ഹോട്ടലാണ്. ഒരുപാട് നല്ല റിവ്യൂ ആണ് ഇവിടുത്തെയും ബിരിയാണിക്ക്. ഇവിടുത്തെ ബിരിയാണി കൂടെ നമുക്ക് നോക്കാം. ഹായ്, നമസ്കാരം. ഇന്നും മാസ്ക് ഉണ്ടല്ലോ. ബിരിയാണി ഉണ്ടല്ലോ അല്ലേ? ചിക്കൻ ബിരിയാണി ഒരു പാഴ്സൽ. ബ്രദേഴ്സിലെയും ബിരിയാണി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ബ്രദേഴ്സ് ഹോട്ടൽ വന്നിട്ട് ജില്ലാ ആശുപത്രിക്ക് സമീപമാണ്. അപ്പോൾ 4 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ബേറൂട്ടിലെയാണ്. ബേറൂട്ടിലെ ബിരിയാണിക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പപ്പടമാണ്. പപ്പടം പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പാക്കിംഗ് ഒക്കെയാണ്. ബേറൂട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടുത്തെ ബിരിയാണിക്ക് 250 ആണ് പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ. അടുത്ത എടുക്കുന്നത് ബ്രദേഴ്സിലെയാണ്. ബ്രദേഴ്സിലെ പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ 220 റുപ്പീസാണ്. പപ്പടമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു പ്ലേറ്റിലാണ് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അടുത്ത ഓപ്പൺ ചെയ്യുന്നത് ഹിമാലയയുടെയാണ്. ഹിമാലയയും സെയിം ബ്രദേഴ്സ് കൂട്ട് തന്നെ ആണ് പാക്കിംഗ് ഒക്കെ. നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് സൈഡെല്ലാം പാക്ക് ചെയ്ത് ടൈറ്റ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ സെലോ ടൈപ്പൊക്കെ വെച്ച് സൈഡിൽ ഒട്ടിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴും നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടാണ്. അതുപോലെ തന്നെ നല്ല ഫ്ലേവറിൻ്റെ ഒരു മണം അടിക്കുന്നുണ്ട്. ഇതിനകത്ത് മുന്തിരിങ്ങയൊക്കെ കൂടുതൽ മേലിൽ വെച്ചിട്ടുണ്ട്. ചർലാസും അതുപോലെ അച്ചാർ, 2 ഐറ്റം അച്ചാറുണ്ട്. ഹിമാലയയിലെ പ്രൈസ് വന്നിട്ട് 200 റുപ്പീസാണ്. ഇങ്ങനെ നല്ല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ റെസ്റ്റോറൻ്റായ താഫ് റെസ്റ്റോറൻ്റാണ് നമ്മൾ എടുക്കുന്നത്. താഫ് റെസ്റ്റോറൻറ്റ് ചെറിയൊരു പാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ റേറ്റും കുറവാണ്. അതിനകത്തും പപ്പടം പാക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ സലാഡൊക്കെ ഉണ്ട്, അച്ചാറുണ്ട്. പിന്നെ പാക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനെയൊരു പാക്കറ്റിലാണ് 180 റുപ്പീസിന് നല്ലൊരു രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബിരിയാണിയുടെ ഒരു ഫ്ലേവറാണ് വരുന്നത്. ഇത് നമ്മുടെ ബ്രദേഴ്സിലെയാണ്. നല്ലൊരു മണമൊക്കെ അടിക്കുന്നു. നല്ല സ്മെല്ലാണ്. ഫ്ലേവറിൻ്റെ മുട്ടയൊക്കെ വേറെ വെച്ചിരിക്കുന്നത്. ഒരു ചർലാസ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് പ്ലേറ്റിൻ്റെ കാര്യമൊന്നുമില്ല. നമുക്ക് കാറിലോ യാത്രയിലൊക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4 ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. ഏതാണ് ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് ഏതാണ് ഉചിതമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നോടൊപ്പം ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നത് ബിരിയാണി സ്പെഷ്യലിസ്റ്റായ എബിനാണ്. എബിൻ ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, സ്റ്റുഡിയോ നടത്തുകയാണ്. കൂടാതെ ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്, യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇത് വിഷ്ണുവാണ്.
വിഷ്ണുവിനും ഫുഡൊക്കെ വളരെ ഇഷ്ടമാണ്. ഒരുപാട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. വിഷ്ണു ഒരു നല്ലൊരു എഡിറ്റർ കൂടെയാണ് കേട്ടോ. ആദ്യം ഏതാ തുടങ്ങുന്നത്? ബെയ്റൂട്ടിലെ തുടങ്ങാം. ബെയ്റൂട്ട് എന്തായാലും ആ പ്രൈസിൻ്റെ തന്നെ പോട്ടെ, ഏറ്റവും മേളിൽ നിന്ന് താഴേക്ക് തന്നെ. ബെയ്റൂട്ടിൽ നോക്ക്, റൈസ് നല്ലപോലെ വെന്തിട്ടുണ്ട്. പക്ഷേ ദമ്മാണ്. ദമ്മാണ്. ഓക്കെയാണ്. എങ്ങനെയുണ്ട്? ഓക്കെയാണ്. അപ്പോൾ എബിൻ നോക്ക്. ഓക്കെയാണ്. ഇത് പറഞ്ഞ റൈസിന് ഇച്ചിരി വേവ് കൂടാണെന്നുള്ളത് തോന്നുന്നുണ്ട്. ആണല്ലേ? ഞാനൊന്ന് നോക്കട്ടെ. ഒരു കുഴഞ്ഞൊരു ഫീൽ ആണല്ലേ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇനി കുരുമുളകിൻ്റെ ഒരു കുറച്ച് കുരുമുളക് കുറച്ച് കൂടുതലാണ്. സോൾട്ടി ഫീലും നല്ലൊരു ഫ്ലേവറാണ്. സോൾട്ടി ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ചൊറിച്ചിരി വെന്തതായിട്ട് തോന്നുന്നു അല്ലേ? ഇച്ചിരി ചോറ് വെന്തതായിട്ട് തോന്നുന്നു. അതുപോലെ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ വരും. ഏതായാലും അടുത്തതിലോട്ട് നോക്കാം. അടുത്തത് നമ്മൾ മോശമാണെന്നല്ല നമ്മൾ പറഞ്ഞത്. കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നുണ്ടല്ലേ ഇതിനകത്ത്. ബാക്കി ഓക്കെയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ആരാണ്? ബ്രദേഴ്സിലെയാണ്. ബ്രദേഴ്സിൽ നോക്കാം. വിഷ്ണു നോക്കാം. ബ്രദേഴ്സിലെ ചിക്കൻ റോസ്റ്റ് ചെയ്ത ബിരിയാണിയാണ് കേട്ടോ. ആണോ? ചിക്കൻ അത് റോസ്റ്റ് അല്ല, ദമ്മാണ്. ഇത് ചിക്കൻ ഫ്രൈഡ്. അതായത് നമ്മുടെ തലശ്ശേരി ബിരിയാണി സ്റ്റൈലിൽ അവിടെ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്ത പോലത്തെ ഒരു ഇച്ചിരി മധുരമുള്ള ബിരിയാണി. സ്വീറ്റ് ആയിട്ട് തോന്നുന്നല്ലേ? മസാലയുടെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ഉണ്ടല്ലേ? പക്ഷേ ശരിയാണ്. ഈ ചിക്കൻ ഇത് ഫ്രൈഡ് ആണ് കേട്ടോ. ഫ്രൈഡ് ആണ്. നോക്കട്ടെ. ശരി, ഒരു ചെറിയൊരു സ്വീറ്റ് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം. ബിരിയാണി ഓക്കെയാണ്. നല്ല ഇത് കറക്റ്റ് വേവാണ്. എല്ലാം ബിരിയാണിയുടെ വേവ് കറക്റ്റ് ആയിട്ടുണ്ട്. ബാക്കി സൂട്ടാണ്, കുഴപ്പമില്ല അല്ലേ? ചിക്കനാണ് ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഹിമാലയ നോക്കാം. ആദ്യം വിഷ്ണു നോക്ക്. ഹിമാലയക്കകത്ത് നട്ട്സും സംഭവമൊക്കെ മേളിൽ തന്നെ കുറച്ച് കിടപ്പുണ്ട്. ഫ്രൈഡ് ചിക്കനാണ്. ഫ്രൈഡ് ചിക്കനാണ് ചെറിയ, അതും ഫ്രൈഡാ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതും മധുരമുള്ള ബിരിയാണി തന്നെ. പക്ഷേ ഞാൻ എടുത്തതിൻ്റെ ആണോന്ന് അറിയത്തില്ല, ഒരു മസാലയുടെ ഒരു ചെറിയൊരു കുത്തലാണ് നമ്മുടെ ഹിമാലയ. നോക്കി. ഇവരുടെ ഫ്രൈഡ് ചിക്കൻ മാത്രമല്ല, ദമ്മും ഉണ്ട്. രണ്ടും ഉണ്ട്. രണ്ടും വെച്ചുണ്ട്. രണ്ട് പീസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ മസാല ഒന്ന് മാറ്റി ഒന്ന് പിടിച്ചു നോക്കാം. അത് മാറ്റി ഇത് മസാല ഇപ്പോൾ അടിച്ച് അടിച്ചതിനായിരിക്കും. ഞാൻ മസാലക്കുത്തിൽ അങ്ങനെ ഇല്ല. പിന്നെ ഓക്കെയാണ്. പക്ഷേ പ്രദേശത്തെ അപേക്ഷിച്ച് ഇത് മറ്റേ അത് പറഞ്ഞ പോലെ ചോറിന് ഇച്ചിരി വേവ് കൂടുതലുണ്ടോ എന്ന് ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ബിരിയാണിയുടെ ഇത് ചോറ് ഇച്ചിരി വേവ് കൂടി കഴിഞ്ഞാൽ ഒരു കുഴഞ്ഞ ഫീല് ഇതായിട്ട് ഫീൽ ചെയ്യും. ഒരു പഞ്ഞി പോലെ അത് ഫീൽ ചെയ്ത് തോന്നുന്നു. അതല്ലേ ആ ഫീല്. അതിനകത്ത് പൈനാപ്പിളൊക്കെ കിട്ടും. പൈനാപ്പിൾ എല്ലാം ഉണ്ട്. അതാണ് ഞാൻ ഇത് നട്ട്സും പൈനാപ്പിളും എല്ലാം ഇത് ലാവിഷായിട്ടുണ്ട്. ഹിമാലയയിൽ നട്ട്സും അതുപോലെ തന്നെ മുന്തിരിങ്ങയൊക്കെ എല്ലാം ലാവിഷായിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ അല്ലേ, ഒരു ശകലം വെന്തിട്ടുണ്ട്. ഒരു പഞ്ഞിയ ഒരു ഫീൽ തോന്നുന്നുണ്ട്. എൻ്റെ നാട്ടിൽ ഇപ്പോഴും ബ്രസ്റ്റോടെ ഇത് കിടപ്പുണ്ടോ, കുരുമുളകിൻ്റെ. ഓക്കെ, അടുത്ത് നമുക്ക് നമ്മുടെ താഫിൽ നോക്കാം. ഞാൻ തന്നെ ഫസ്റ്റ് നോക്കാം.
താഫിലെ അത്യാവശ്യം നല്ല മസാലയുണ്ട്. പിന്നെ ഫുൾ ദമ്മാണ്, ഫ്രൈഡ് പീസൊന്നും ഇല്ല, ഫുൾ ദമ്മാണ്. ഇത് നമ്മൾ മറ്റേ വടക്കേ ഏരിയയിൽ പോകുമ്പോൾ കഴിക്കുന്നൊരു ഇതില്ലേ, മലബാർ ബിരിയാണിയില്ലേ, ആ ടേസ്റ്റാണ്. പക്ക ദം ബിരിയാണി. റൈസൊക്കെ നല്ല കിടിലം വേവാണ്. അത് എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു ബിരിയാണി. ബാക്കി നിങ്ങളെ താഫിലല്ലേ നോക്കട്ടെ, താഫിലൊന്ന് നോക്കട്ടെ, മസാല ഒക്കെ എടുത്ത് നോക്കാം. എബിൻ പറഞ്ഞത് ശരിയാണ്, ഒരു മലബാർ ബിരിയാണിയുടെ ഒരു ടച്ച് ആണുള്ളത് താഫില്. ഒന്ന് നോക്ക്, കളറ് നല്ല കളറാട്ടോ, നല്ല പക്ക മിക്സിങ് എല്ലായിടത്തും ആ വൈറ്റ് ഇത് റൈസ് ശരിക്കുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിക്സിങ് പക്കയാണ്, ആ ഒരു ഇതുണ്ട്. പിന്നെ ഇത് റൈസിന് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. റൈസിന് എനിക്ക് കമ്പാരിറ്റീവ്, എനിക്ക് എൻ്റെ കാര്യം പറയാനില്ല, എനിക്ക് കമ്പാരിറ്റീവ് ഈ 4 ടേസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രൈസ് കുറവാണ്, എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണി താഫിലാണ്. ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് കുറച്ചൊരു ബെയ്റൂട്ടിൽ എനിക്ക് റൈസ് ഇത്തിരി വെന്ത് പോയെങ്കിലും എനിക്ക് മസാല ഇഷ്ടപ്പെട്ടു, കാരണം നല്ല എരിവുണ്ട്, നല്ല കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറുണ്ട്. എനിക്ക് ഇച്ചിരി എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് അത് നല്ല താഫിൽ നല്ല ബിരിയാണിയാണ്. ഇതെനിക്ക് കുറച്ചൊരു എരിവുള്ളതുകൊണ്ട് എനിക്ക് ഞാൻ കുറച്ച് ചിലപ്പോൾ ഇതായിരിക്കും എരിവുള്ളവർക്ക് ബെയ്റൂട്ടിൽ ഇഷ്ടപ്പെടും. എല്ലാം സെയിം എന്ന് പറയില്ല, റൈസ് സെയിം ആണ്, ചെറിയ റൈസാണ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിൻ്റെയും. ഇത് റൈസ് വെച്ച് ഓക്കെയാണ്. പിന്നെ എനിക്ക് ബെയ്റൂട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി ഓക്കെ ആയിരുന്നു. എനിക്ക് പൊതുവേ കുറച്ച് വെന്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് ഇതായിരിക്കണം, ഈ നെയ്യിലൊക്കെ നല്ല ഫ്ലേവർഡ് ആയിരിക്കണം. പിന്നെ റൈസിന് അതിൻ്റെ ഒരു ഇത് വേണം, ആ ഇത് വെന്ത് കുഴഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് എല്ലാത്തിനും പറയാനില്ല, ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പം തിരഞ്ഞെടുത്ത 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ തന്നെ ബെസ്റ്റ് 4 നമ്മൾ തിരഞ്ഞെടുത്തത്. പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് എനിക്ക് കുറച്ച് അടുത്ത് നിൽക്കുന്നത് ഇതായിട്ട് തോന്നുന്നു. കാരണം ഞാൻ കൂടുതലായിട്ടും ഇത് മറ്റേ കോഴിക്കോടൊക്കെ പോയി ആ ഒരു അതിനുവേണ്ടി ബിരിയാണിക്ക് വേണ്ടി കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ബിരിയാണി മിസ്സാക്കാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ ടേസ്റ്റുമായിട്ട് സാമ്യമായിട്ട് തോന്നിയത് ഇതാണ്. കാരണം ബാക്കിയുള്ളതിലൊക്കെ നോക്കിയാൽ മതി, ആ വൈറ്റ് റൈസും അതൊക്കെ ആയിട്ട് ഒരു മിക്സിങ് ഇത്. പക്ഷേ ഇതിൽ നിന്ന് വെച്ചാൽ മിക്സിങ് പക്കയാണ്, പിന്നെ പക്ക ദമ്മാണ്. ടേസ്റ്റ് വൈസിൽ ഇപ്പം എൻ്റെ ഇത് പേഴ്സണലി താഫാണ് എനിക്ക്. 180 രൂപീസിന് വർത്താണ്. 180 രൂപീസിന് താഫ് വർത്ത്, ഭയങ്കര വർത്ത്. ഓക്കെ, ഇത് വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടത് ബെയ്റൂട്ട്, പക്ഷേ റേറ്റ് കൂടുതലാണ് ആണല്ലേ. ഈ ബിരിയാണിക്ക് 230 പ്ലസ് GST കുറച്ച് കൂടുതലാണ്. കുറച്ചല്ല, കുറച്ചധികം കൂടുതൽ. പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ അത് വേറെ ഉണ്ട്. അല്ലാതെ ബിരിയാണിക്ക് മാത്രം 230 പ്ലസ് GST എന്തോ ആണ്. ആ ബില്ല് ഞാൻ അങ്ങനെ കണ്ടത്. അപ്പോൾ അത് ഇച്ചിരി കൂടുതലാണ്. 180 വേറൊരു ഇതുണ്ട് കേട്ടോ, 180 മുട്ടയില്ല കേട്ടോ, ഇതിന് താഫിൽ മുട്ടയില്ല, 180 മുട്ടയില്ല. ബാക്കി 3, അതെ അത് പറയേണ്ട കാര്യമാണ്, ബാക്കി 3 മുട്ടയുണ്ട്. താഫിൽ ഹിമാലയയിൽ പൈനാപ്പിൾ അച്ചാർ, എക്സ്ട്രാ പൈനാപ്പിൾ അച്ചാർ. പിന്നെ ഹിമാലയയുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ പീസാണ്, ബോൺലെസ് ആണ് അല്ലേ. ബോൺലെസ് ചിക്കൻ പീസ് ഒരു 5-6 ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ഹൈലൈറ്റ് ആണ് ഹിമാലയയുടെ. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഓക്കെയാണ് അല്ലേ. പിന്നെ അച്ചാർ അടിപൊളി കേട്ടോ, അച്ചാർ അടിപൊളി അല്ലേ. ഹിമാലയയുടെ അച്ചാർ 2 ഉണ്ട്, പൈനാപ്പിൾ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. കൊള്ളാം കേട്ടോ, സൂപ്പറാണ്. അതുപോലെ കച്ചമ്പറും മറ്റേ സാലഡും ഹിമാലയയുടെ കണ്ടിട്ട് തമ്മിൽ ഭേദം ആണെന്ന് തോന്നി. സാലഡ് കഴിച്ചു നോക്കിയാൽ സാലഡ് ഹിമാലയയിൽ ഉണ്ട്. ബ്രദേഴ്സിൻ്റെ കൊള്ളാം അല്ലേ സാലഡ്. അതായത് അതിൻ്റെ ഉണിയനൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പോലെ ഉണ്ട്, നല്ല കടിക്കാനുള്ള. നമ്മളെ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീല്. ആ ചിക്കൻ പീസ് ഒന്ന് എടുത്ത് കഴിച്ചു നോക്കിയേ എബിൻ. ഹിമാലയ ചിക്കൻ പീസ് അടിപൊളി കേട്ടോ. ആണോ? നമ്മളെ 65 പീസാണ്, ബോൺലെസ് ആണ്, നല്ല ബോൺലെസ് ആണ്. അപ്പം ഫൈനലി നമ്മൾ ഇതെല്ലാം ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 3 പേരും 4 റെസ്റ്റോറൻറ്റിലെ ഹിമാലയയുടെയും താഫിൻ്റെയും ബെയ്റൂട്ടിലെയും ബ്രദേഴ്സിലെയും ഞങ്ങൾ ചെക്ക് ചെയ്തിരിക്കുകയാണ്, ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ
പലർക്കും പല അഭിപ്രായമാണ്. എബിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് താഫിലാണ്, പക്ഷേ അവിടെ മുട്ടയില്ലെന്നാണ് പറഞ്ഞത്. എനിക്കിഷ്ടപ്പെട്ടത് ഹിമാലയയുടെയാണ്. കാരണം ഹിമാലയയ്ക്ക് സ്പെഷ്യൽ കുറച്ച് ബോൺലെസ് ചിക്കനൊക്കെ ഉണ്ട്. കൂടാതെ നല്ല പാക്കിങ് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ഒരു നാച്ചുറൽ ഫ്ലേവറാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത് ഹിമാലയയുടെ. അപ്പോൾ വിഷ്ണുവിന് വന്നിട്ട് എനിക്ക് താഫിൽ ഇഷ്ടപ്പെട്ട്. ബെയ്റൂട്ട് ഓക്കെ, ബെയ്റൂട്ടാണ്. പക്ഷേ ബെയ്റൂട്ട് ഒരു 180 രൂപയ്ക്ക് തരുവാണെങ്കിൽ ഓക്കെയാണ്. വില അല്പം കൂടുതലാണെന്ന് പറയുന്നു വിഷ്ണു. ബാക്കി കംഫർട്ടബിൾ ആണ് അല്ലേ? ബാക്കി ഒരു ഫ്ലേവർ, കുരുമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ വേറെ കാര്യമാണല്ലേ, ബ്രദേഴ്സിന് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാത്തതല്ല. ബ്രദേഴ്സിന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് ബ്രദേഴ്സ് വന്നുകൊണ്ട് പക്ക ഒരു സ്വീറ്റ് ഫീൽ ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരു സ്വീറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബ്രദേഴ്സ് നല്ലതാണ്. നമ്മളെല്ലാവരും ഇത് കൂടുതലായിട്ട് ഇതിന് എരിവിന് ഇത് കൊടുക്കുന്നവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ബ്രദേഴ്സ് ലാസ്റ്റ് ചോയ്സിലേക്ക് പോയത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദേഴ്സ് ഒരിക്കലും മോശമാണെന്നല്ല, നല്ല ബിരിയാണിയാണ്. നമുക്ക് അറിയില്ല, നമ്മൾ ഓരോരുത്തർക്ക് നമ്മൾ ഇത് ഫീഡ്ബാക്ക് ചോദിച്ചാൽ അവരുടെ എല്ലാ അഭിപ്രായത്തിനാണ് നമ്മൾ ഈ 4 ഹോട്ടൽ തരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ബ്രദേഴ്സ് ഒരിക്കലും മോശമല്ല, നല്ലതാണ്. അവരുടെ ഇത് ഫുഡും നല്ല അടിപൊളിയാണ്. പിന്നെ പ്രത്യേകിച്ച് പ്രദേശം പറയേണ്ട, അവർ കറക്റ്റ് വേവിനാണ് അവർ പൈസ എടുത്തിരിക്കുന്നത്. അത് അതേ ഞാൻ ഈ 2 ഇത് മാറ്റി വെച്ച് വേറൊന്നുമില്ല. എനിക്ക് 2 റൈസിലും കുറച്ച് വേവ് കൂടുതൽ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഇത് 2-ലൊന്നും എനിക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2 ഇഷ്ടപ്പെട്ട പ്രദേശമാണ്. കാരണം ആ റൈസിൻ്റെ പ്രദേശത്തിലെ നല്ല ആ ഒരു സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രദേശത്തിലെ നല്ലതാണ് കേട്ടോ. 4 ഇപ്പം നല്ല പ്രശസ്തമായ 4 ഹോട്ടലുകളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ 4ഉം നല്ലതാണ്. അപ്പോൾ ഓരോരോ നാവിന് എങ്ങനെയാണോ രുചി ഇഷ്ടപ്പെടുന്നത്, അതേപോലെ ആളുകൾക്ക് വ്യത്യസ്തമായ രുചികളാണ് ഇഷ്ടം അല്ലേ? അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏറ്റവും നല്ല ബിരിയാണി ഇതേതാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ റിവ്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഇന്ന് മുഴുവൻ കഴിച്ചു തീർക്കണം. അപ്പോൾ ആ ഒരു പരിപാടി കൂടെ ബാക്കിയുണ്ട്. ഏതായാലും പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നവരെ, ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. Bye bye.